നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടി സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും എല്ലാം മാറ്റത്തിനും അതുപോലെ പലതരത്തിലുള്ള ധനപരമായിട്ടുള്ള ക്ലേശങ്ങളാലും ശത്രുദോഷങ്ങളാലും വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നും തൊഴിലൊന്നും ലഭിക്കാത്ത ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് മനസ്സിൽ തന്നെ വളരെ വിഷമഘട്ടങ്ങളായിരുന്നു. അത്തരത്തിലുള്ള വ്യക്തികൾക്കും വളരെ മാറ്റത്തിൽ സംഭവിക്കാൻ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ട് മാറ്റം സംഭവിക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് വളരെ വിഷമിക്കുന്ന ഘട്ടത്തിൽ നിന്നെല്ലാം മറികടന്ന് ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ സാധ്യമാകുന്നതാണ്. ഈ സമയം ഏതൊരു കാര്യത്തിനും നല്ല ഒരു സമയമായിട്ടാണ്. മിഥുനം 15-ന് ശേഷം വളരെ മാറ്റം സംഭവിക്കുന്നതാണ്. അതിനാൽ ഈ വരുന്ന തിങ്കളാഴ്ച ഈ പറയുന്ന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തി ഈ പറയുന്ന വഴിപാട് ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്ന എല്ലാം സഫലമാവുന്നതാണ്. അതിനാൽ വളരെ സന്തോഷപ്രദമായിട്ട് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഭഗവാനെ നാമജപത്തോടുകൂടി പ്രാർത്ഥിക്കൂ. എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും ഓരോന്നായിട്ട് അനുഭവത്തിൽ വരുന്നതാണ്. പല ബുദ്ധിമുട്ടുകളിൽ, പല വിഷമഘട്ടങ്ങളിൽ ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥകളിൽ നിന്നെല്ലാം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നും മറികടക്കാൻ ഇനി ഈ ഒരു മാസം വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ്. അതിനാൽ ഭഗവാനെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊരു കാര്യത്തിനും പുറപ്പെടുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് തുടങ്ങൂ. അതിലൊരു വെളിച്ചം കാണുന്നതാണ്. ഭഗവാന്റെ നിശ്ചിതമായിട്ടൊരു വെളിച്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതിലുപരി ധനപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മറികടക്കാൻ ഒരു കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ള അവസ്ഥ വന്നിട്ട് കണ്ണിൽ തന്നെ കണ്ണുനീർ വന്നു എന്ന് പറയുന്നൊരു വെള്ളം നിറഞ്ഞൊരു കണ്ണുകളോട് കൂടിയിട്ടുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം ഇനി എങ്ങനെ എന്നുള്ള ചിന്തകളായിരുന്നു. അതെല്ലാം മറികടക്കാൻ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നാമജപത്തോടു കൂടി ഭഗവാന്റെ ദർശനം നടത്തി ജലധാര വഴിപാട് ചെയ്യൂ. 7 ദിവസം മുടങ്ങാതെ നിശ്ചിതമായിട്ടും ചെയ്യൂ. എന്ത് ആഗ്രഹമാണെങ്കിലും സഫലമാവുന്നതാണ്. ഏത് തരത്തിലുള്ള ഘട്ടത്തിൽ നിന്നും മറികടക്കാൻ അതിവിശിഷ്ടമായിട്ടുള്ള ഭഗവാന്റെ വഴിപാടിലെ ഇളനീർധാര, ജലധാര ഉത്തമമായിട്ടാണ് ഭവിക്കുന്നത്. അതിനാൽ യാതൊരു കളങ്കവും ഇല്ലാണ്ട് ഭക്തിയോടുകൂടി നാമജപത്തോടുകൂടി ശ്രേഷ്ഠമായിട്ട് ജപിക്കൂ. 108 തവണ വീട്ടിലായാലും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്താണെങ്കിലും ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സഫലമാവും.